അതായത് ഈ ഒരു മെഡിക്കൽ കോളേജിലെ 70% ഗവൺമെന്റ് MBBS സീറ്റുകളും SC കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. ഇതേപോലത്തെ മൈനോറിറ്റി കോളേജുകളുടെ 35% സീറ്റുകൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. അപ്പോൾ 21,907 ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു. ആ കാറ്റഗറിയിൽ 30,815 വരെ സീറ്റ് ലഭിച്ചു. അതും ഗവൺമെന്റ് ആയുർവേദ സീറ്റാണ്. ഹായ് എവരിവൺ, ദിസ് ഇസ് ANJ ഫ്രം ആർക്കനെക്സ്. സോ നമ്മുടെ കേരള MBBSന്റെയും BDSന്റെയും ചോയ്സ് ഫില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചോയ്സ് ഫില്ലിംഗ് നടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എന്നാൽ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ ടൈപ്പ് റിസർവേഷൻസ് ആണ് ഉള്ളത്, കാറ്റഗറി വൈസുള്ള റിസർവേഷൻസ് ഉണ്ട്, മൈനോറിറ്റി കോട്ടയുള്ള കോളേജുകളുണ്ട്. സെൽഫ് ഫിനാൻസിങ് സ്ട്രീമിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം മൈനോറിറ്റി അതേപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അത് വെച്ചിട്ട് ചോയ്സ് ഫില്ലിംഗ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ളൊരു സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. യെസ്, അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ 100 സീറ്റുകളാണുള്ളതെന്ന് നിങ്ങൾ കരുതുക. ആ 100 സീറ്റുകളുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് റിസർവ്ഡ് ആണല്ലേ. അപ്പോൾ ഒരു കോളേജിൽ 100 സീറ്റ് ആണെങ്കിൽ അതിൽ 15 സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴി പോയി. അതിപ്പോൾ നിങ്ങൾക്കില്ല. അത് നമ്മൾ ഓൾ ഇന്ത്യ കോട്ട അപ്ലൈ ചെയ്ത കുട്ടികൾക്ക്, എല്ലാവരും ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്നില്ല, ചെയ്ത കുട്ടികൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ബാക്കി വരുന്ന 85% സീറ്റുകളിലേക്കാണ് കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 85% സീറ്റുകൾ. ഓക്കെ, 100 സീറ്റുള്ള ഒരു കോളേജ് ആണെങ്കിൽ അതിലെ 85 സീറ്റിലേക്കാണ് ഇപ്പോൾ അലോട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, ഇനി ഈ 85 സീറ്റുകളുടെ 50%, ഈ 85 സീറ്റുകളുടെ 100 സീറ്റുള്ള കോളേജാണ്, 250 സീറ്റുള്ള കോളേജാണ്, എന്നതനുസരിച്ച് നമ്മൾ വെറുതെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ 85 സീറ്റുകളുടെ 50%, അതായത് പകുതി സീറ്റുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെറിറ്റ് ആണ്. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് വെച്ചാൽ യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഒരു കാറ്റഗറി നോക്കിയല്ലാതെ നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടി ഏത് കാറ്റഗറി ആണെങ്കിലും, ജനറൽ കാറ്റഗറി ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിൽ ഈഴവ, SC ST ഏത് കാറ്റഗറി ആണെന്നുള്ളത് അവിടെ പ്രശ്നമേ അല്ല. നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ പകുതി സീറ്റുകളിലേക്ക് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അവിടെ യാതൊരു വിധത്തിലുള്ള റിസർവേഷനും നിങ്ങൾക്കില്ല. എന്നാൽ ബാക്കി പകുതി സീറ്റുകളിലേക്ക് കാറ്റഗറി വൈസുള്ള റിസർവേഷൻ ഉണ്ട്. അതായത് 30% സീറ്റുകൾ ഈഴവ, മുസ്ലിം തുടങ്ങിയ കാറ്റഗറികൾക്ക് റിസർവ്ഡ് ആണ്. 10% സീറ്റ് SC ST കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. അതായത് ഇപ്പോൾ ഈഴവ കാറ്റഗറിക്ക് 9% ഉണ്ട്, മുസ്ലിം 8%, അതർ ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 3%, LA ലാറ്റിൻ കാത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യന് 3% ഉണ്ട്, ധീവര കാറ്റഗറിക്ക് 2% ഉണ്ട്, വിശ്വകർമ്മ 2%, കുഷ്യവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസിന് 1%, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് 1%, കുടുംബി കാറ്റഗറിക്ക് 1%, ദെൻ SC കാറ്റഗറിക്ക് 8%, ST കാറ്റഗറിക്ക് 2% റിസർവേഷൻ ഉണ്ട്. ക്ലിയർ അല്ലേ? ബാക്കി 50%, ആകെയുള്ള മുഴുവൻ സീറ്റുകളുടെ 15% പോയി ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് പോയി. ബാക്കിയുള്ള മുഴുവൻ സീറ്റുകളുടെ 50% ജനറൽ മെറിറ്റ്, 50% റിസർവേഷനുമാണ്. ഓക്കെ അല്ലേ? എല്ലാ കോളേജിലും ഇതേ ഒരു ഫോർമാറ്റിലല്ല, ടോട്ടൽ ഉള്ള സീറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. എല്ലാ കോളേജിലും ഇങ്ങനെ ഒരേപോലെയാണ് എന്നില്ല. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ 50 ജനറൽ, 9 OB, ഈഴവ, അങ്ങനെയൊന്നും അല്ല. മുഴുവൻ സീറ്റുകളുടെ ഒരു ഡിവിഷനാണ് നമ്മൾ പറഞ്ഞത്, മുഴുവൻ ഗവൺമെന്റ് സീറ്റുകളുടെ. ഇനി പ്രൈവറ്റ് സെക്ടറിലേക്കോ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്കോ പോവുകയാണെങ്കിൽ അവിടെ 85-15%, അവിടെയുള്ള 100% സീറ്റുകളിലേക്കും കേരള എൻട്രൻസ് കമ്മീഷണർ തന്നെയാണ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തുക. 15% NRI കോട്ട സീറ്റാണ്. ബാക്കി 85% എന്ന് പറയുന്നത് ജനറൽ ആണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഇനി നമ്മൾ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ആ ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രത്യേകത, അവിടെ 70% ഗവൺമെന്റ് MBBS സീറ്റുകളും SC കാറ്റഗറിക്ക് റിസർവ്ഡ് ആണ്. അതേപോലെ 2% സീറ്റുകൾ ST കാറ്റഗറിക്കും, ദെൻ 13% അവിടെ ജനറൽ മെറിറ്റിലേക്ക് വരുന്നത്. ആർക്കും അവിടേക്ക് ആ ഒരു സീറ്റിലേക്ക് ആരെയും പരിഗണിക്കും, നിങ്ങളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പരിഗണിക്കും. മറ്റത് എല്ലാം റാങ്കിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, പക്ഷെ അവിടെ കാറ്റഗറി വരും, കാറ്റഗറി റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ദെൻ 15% സീറ്റുകൾ അവിടെ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് തന്നെയാണ്. എല്ലായിടത്തും 15% ഓൾ ഇന്ത്യ കോട്ടയ്ക്കാണ്. അതേപോലെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എടുക്കുകയാണെങ്കിൽ അവിടെ 50% സ്റ്റേറ്റ് കോട്ടയുള്ളൂ. ബാക്കി 35% IPSI IP കോട്ടയാണ്. യെസ്. ദെൻ 15% ഓൾ ഇന്ത്യ കോട്ടയിലേക്കുമാണ്.
അതേപോലെ ഞാൻ പറഞ്ഞു സെൽഫ് ഫിനാൻസിങ്ങിൽ 15% സീറ്റുകൾ NRI കോട്ടയാണ്. NRI സ്റ്റേറ്റസ് ഉള്ള കുട്ടികൾക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. പക്ഷേ 20 ലക്ഷത്തിന് മുകളിലാണ് അവിടുത്തെ വാർഷിക ഫീസ്, ആനുവൽ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാറ്റഗറി വൈസ് ഉള്ള ഒരു സാധ്യതകൾ നോക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ കാര്യമാണ്. നമ്മൾ KU കാറ്റഗറി നോക്കുകയാണെങ്കിൽ 14,389 കിട്ടിയിട്ടുണ്ട്, 14,423 കിട്ടിയിട്ടുണ്ട്, 14,436 കിട്ടിയിട്ടുണ്ട്. അതേപോലെ പാലക്കാട് മെഡിക്കൽ കോളേജ് നമുക്ക് നോക്കാം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട് ഞാൻ പറഞ്ഞു അവിടെ റിസർവേഷൻ വളരെ നല്ല രീതിയിലുണ്ട്. യെസ്, അവിടെ SC കാറ്റഗറി 14,549 ST കാറ്റഗറി 22,304 അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ അല്ലേ? ആൻഡ് ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 954 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്താണ് ലഭിച്ചത്. then ഓരോ കാറ്റഗറി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്, ഓരോ MBBSന്റെയും BDSന്റെയും ഒക്കെ. ആൻഡ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് വരുമ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം, അവിടെ നിങ്ങൾക്ക് മൈനോറിറ്റി റിസർവേഷൻ ഉണ്ട്. മൈനോറിറ്റി കോട്ട. എന്താ മൈനോറിറ്റി കോട്ട? അതായത് ഇതിൽ പല കോളേജുകളും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അങ്ങനെയുള്ള കോളേജുകളിൽ ഇപ്പോൾ അൽ അസർ കോളേജ് അല്ലെങ്കിൽ ജൂബിലി മിഷൻ, ദെൻ കരുണ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ പല മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അമല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരുണ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജാണ്. അതായത് അവിടുത്തെ 35% സീറ്റുകൾ ക്രിസ്ത്യൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. അവിടെ നിങ്ങൾക്ക് 8 ലക്ഷം രൂപയോളം വരും ആനുവൽ ഫീ മാത്രം, ട്യൂഷൻ ഫീ മാത്രം 8 lakhs rupees-ഓളം വരും. 8 to 9 വേരി ചെയ്യും ഓരോ കോളേജുകളിലും. യെസ്, അമല മെഡിക്കൽ കോളേജ്, അതേപോലെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്. അപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവിടെ 35% സീറ്റുകൾ മൈനോറിറ്റി സീറ്റുകളുണ്ട്. അങ്ങനെ മൈനോറിറ്റി സീറ്റുകളുള്ള കോളേജിൽ ഇക്കണോമിക്കലി വീക്കർ സെഷൻ EWS എന്ന് പറയുന്ന സംവരണം ഇല്ല. ഓക്കെ, ബാക്കി കോളേജുകളിൽ EWSന് സംവരണമുണ്ട്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് എഗെയിൻ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അവിടെ 35% സംവരണ സീറ്റുകളുണ്ട്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജാണ്. ദെൻ അൽ അസർ കോളേജ്, അസീസിയ കോളേജ്, ഈ അൽ അസറും അസീസിയയും MESഉം ഒക്കെ മുസ്ലിം മൈനോറിറ്റി കോളേജുകളാണ്. അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 35% സീറ്റുകൾ അവിടെ റിസർവ്ഡ് ആണ്, സംവരണ സീറ്റുകളാണ്. ആ 35%ത്തിലേക്ക് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ആയിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫീ കൊടുത്ത് തന്നെ പഠിക്കണം, പക്ഷെ നിങ്ങൾക്ക് അവിടെ സംവരണമുണ്ട്, അവിടെ നിങ്ങൾക്കൊരു റിസർവേഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ കോളേജൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ഏതാണ് മൈനോറിറ്റി കോളേജുകൾ, ആ ഒരു കോളേജുകൾ വിട്ടുപോകാതെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾ വെക്കുക. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യെസ്, നമുക്ക് CCL ഒന്ന് റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 16,100 SC കാറ്റഗറി കിട്ടി, 24,719 ST കിട്ടി, 8,239 ഓപ്പൺ കാറ്റഗറി കിട്ടി. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 10,417 LA കാറ്റഗറിയിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്, ആൻഡ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, ആൻഡ് BAMS BSMS ഒക്കെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ജനറൽ കാറ്റഗറിയിൽ തന്നെ 37,000 റാങ്കിനൊക്കെയാണ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ കിട്ടിയത്. അവിടെ നമുക്ക് കാറ്റഗറി വൈസ് ഒരു റിസർവേഷൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ജനറലിൽ തന്നെ 37,000 38,000 റാങ്കുകാർക്ക് കഴിഞ്ഞ വർഷം തന്നെ അഡ്മിഷൻ ലഭിച്ചു. ആൻഡ് ആയുർവേദം നോക്കുകയാണെങ്കിൽ KU കാറ്റഗറി 30,815 ഗവൺമെന്റ് ആയുർവേദ സീറ്റ് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. DV കാറ്റഗറിയിലും 24,000 റാങ്കുകാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്. ദെൻ ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 18,000 റാങ്കുകാർക്ക് വരെ ഈഴവ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ജനറൽ കാറ്റഗറിയിൽ തന്നെ 13,000 14,000 റാങ്കുകാർക്ക് ആയുർവേദത്തിന് ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്താണെങ്കിലും EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഫീസും കാര്യങ്ങളും ഒന്നും കുറവുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് സംവരണ സീറ്റുകളുണ്ട്. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇക്കണോമിക്കലി വീക്കർ സെഷൻ. 22,000 റാങ്കിന് വരെ കഴിഞ്ഞ വർഷം
ഗവൺമെന്റ് ആയുർവേദ സീറ്റ് ലഭിച്ചിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ റിസർവേഷനും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞ് നിങ്ങളുടെ പ്രയോറിറ്റൈസ് ചെയ്യുക. ആദ്യം എന്തായാലും നിങ്ങൾ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജും തന്നെ വെക്കുക. അതിൽ MBBS ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്നത്. ആയുർവേദത്തിന്റെയും സിദ്ധയുടെയും ഒന്നും അലോട്ട്മെന്റ് ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പൊ MBBSഉം BDSഉം മാത്രമാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ MBBSന്റെയും BDSന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് ആയുർവേദത്തിനും സിദ്ധയ്ക്കും യുനാനിക്കും വെറ്റിനറിക്കും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ടൈം ആയത്. യെസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്ന ടൈമിൽ ഈ മൈനോറിറ്റി സീറ്റുകളും അതേപോലെ ഇപ്പോൾ SC വിഭാഗമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാലക്കാടുള്ള പ്രത്യേക സംവരണ സീറ്റുകളുണ്ട്. അപ്പോൾ ആ കോളേജൊക്കെ എയിം ചെയ്ത് തന്നെ ഒരു കോളേജും വിട്ടുപോകരുത്. എല്ലാ മെഡിക്കൽ സീറ്റുകളും ഒരേപോലെ വാല്യൂബിൾ ആണ്, ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ വാല്യൂ മനസ്സിലാക്കി തന്നെ എല്ലാ സീറ്റുകളും മാക്സിമം നിങ്ങൾ വെക്കുക. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചില കോളേജുകളിലൊക്കെ വളരെ താഴ്ന്ന റാങ്കുകാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ ആ കോളേജ് മിസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും എനിക്ക് റാങ്ക് ഇത്ര കുറവാണ്, സോ ഞാൻ ഈ ഒരു കോളേജ് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ ഗവൺമെൻറ് സീറ്റ് കിട്ടില്ല എന്നൊക്കെയുള്ള മുൻധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അങ്ങനത്തെ യാതൊരു മുൻധാരണയും വെക്കേണ്ട, പ്രെജുഡൈസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ സമീപിക്കരുത്. കാരണം റിസർവേഷനും കാര്യങ്ങളും അല്ലാതെയൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ ഇപ്പം നമ്മളൊരു കാറ്റഗറി എടുക്കുകയാണെങ്കിൽ ആ കാറ്റഗറിയിൽ വളരെ കുറച്ച് കുട്ടികളായിരിക്കും ചിലപ്പോൾ ഒരു വർഷം എക്സാം എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വളരെ കുറച്ച് കുട്ടികളായിരിക്കും പാസ്സായിട്ടുണ്ടാവുക. അപ്പോൾ അത് ഏതാണെന്ന് അറിയില്ല, ചിലപ്പോൾ ലക്കും നമ്മളെ ഫേവർ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, നിങ്ങൾ എല്ലാ സീറ്റുകളും വെക്കുക. ഞാൻ റാങ്ക് കുറവാണല്ലോ, ഞാൻ ഈ ഗവൺമെൻറ് സീറ്റ് വെക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ആദ്യം നിങ്ങൾ എല്ലാ ഗവൺമെൻറ് സീറ്റുകളും വെക്കുക. എല്ലാ MBBS സീറ്റുകളും ആദ്യം 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ വെക്കുക. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ കോളേജിൽ നമ്മുടെ കാറ്റഗറിയിൽ വെച്ചിട്ടുള്ള കുട്ടികൾ കുറവായിരിക്കും. ഓക്കെ, അവർ വേറെ കോളേജ് ആയിരിക്കും ചിലപ്പോൾ ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ലക്കും തുണയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും സീറ്റ് കിട്ടിയേ പറ്റൂ എന്ന് കരുതി ഏതെങ്കിലും ഒരു കോളേജ് വെക്കണ്ട. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ക്യാമ്പസ് തന്നെ വെച്ചോളൂ. എനിവേ, എല്ലാ പോസിബിലിറ്റീസും മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.